അരനൂറ്റാണ്ടിലധികം കെ.എം. മാണി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പാല. 2019 കെ.എം. മാണിയുടെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു മാണി സി കാപ്പന്റെ ജയം. പിന്നീട് പാലായിലെ വികസനത്തെ ചൊല്ലി ഉയർന്ന തർക്കങ്ങളിലെല്ലാം ഒരു വശത്ത് ജോസ് കെ മാണി എം പിയും മറുവശത്ത് മാണി സി കാപ്പൻ MLA-യുമായിരുന്നു. ജോസ് കെ മാണിയും മാണി സി കാപ്പനുമൊപ്പം BJP സ്ഥാനാർത്ഥിയെ ഷോൺ ജോർജും കൂടിയെത്തുമ്പോൾ പാലായിൽ ഇത്തവണ പോരാട്ടം തീവാറുമെന്നുറപ്പ്. പാല ഒരു കാലത്ത് കെ.എം. മാണിയുടെ പാല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 52 വർഷം തുടർച്ചയായി പാലായുടെ ജനപ്രതിനിധിയായിരുന്നു കെ.എം. മാണി. പിന്നീട് അത് മാണി സി കാപ്പനായി മാറി. പാല കെ.എം. മാണിയുടെ പാല എന്നറിയപ്പെട്ടത് അരനൂറ്റാണ്ടിലധികം കെ.എം. മാണി പാലായുടെ MLA ആയിരുന്നതുകൊണ്ട് മാത്രമല്ല. 1965 പാലാ നിയോജക മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 2019 കെ.എം. മാണിയുടെ മരണം വരെ പാലായിൽ മറ്റൊരു MLA ഉണ്ടായിരുന്നില്ല. MLA ആയും മന്ത്രിയായും പാലായുടെ വികസനത്തിൽ വലിയ സംഭാവനകൾ നൽകിയ നേതാവായിരുന്നു കെ.എം. മാണി. ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ കെ.എം. മാണി തൻ്റെ ബജറ്റുകളിൽ പാലായെ അടയാളപ്പെടുത്തി. 2019 കെ.എം. മാണിയുടെ നിര്യാണത്തിന് ശേഷമാണ് പാല മറ്റൊരാളെ MLA ആയി തിരഞ്ഞെടുക്കുന്നത്. കെ.എം. മാണിയുടെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്താൻ കേരള കോൺഗ്രസ് എമ്മിനും UDF-നും കഴിഞ്ഞില്ല. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളെ തുടർന്ന് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ് ടോം 2493 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനോട് പരാജയപ്പെട്ടു. 2020 കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലെത്തി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിലടക്കം നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം തിളക്കമാർന്ന വിജയം കൈവരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മാണി സി കാപ്പൻ ഇടതുമുന്നണി വിട്ട് UDF-ൽ ചേക്കേറി. ജോസ് കെ മാണി പാലായിൽ LDF സ്ഥാനാർത്ഥിയായും മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയുമായും മത്സരിച്ചപ്പോൾ വിജയം മാണി സി കാപ്പനൊപ്പമായിരുന്നു. 15,000-ൽ പരം വോട്ടുകൾക്കായിരുന്നു മാണി സി കാപ്പന്റെ വിജയം. 2019 കെ.എം. മാണിയുടെ നിര്യാണത്തിന് ശേഷവും പാല എന്നും ഒരു ശ്രദ്ധാകേന്ദ്രം തന്നെയായിരുന്നു. പാലായുടെ വികസനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായും വിവാദങ്ങൾ ഉയരുന്നത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ വിജയിച്ചതു മുതൽ തുടങ്ങിയതാണ് ജോസ് കെ മാണി മാണി സി കാപ്പൻ പോര്. 2021 ഇരുവരും മുന്നണി മാറിയതോടെ ഇത് കൂടുതൽ ശക്തമായി. പാലായുടെ വികസനത്തിന് മാണി സി കാപ്പൻ ഒന്നും ചെയ്യുന്നില്ലെന്നും കെ.എം. മാണി കൊണ്ടുവന്ന പദ്ധതികളുടെ പൂർത്തീകരണം MLA വൈകിപ്പിക്കുന്നുവെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ ആരോപണം. എന്നാൽ മണ്ഡലത്തിന്റെ വികസനത്തിന് തടസ്സം ജോസ് കെ മാണിയാണെന്ന വാദമാണ് മാണി സി കാപ്പൻ ഉയർത്തിയത്. മണ്ഡലത്തിലേക്ക് അനുവദിക്കപ്പെട്ട ഫണ്ടുകളെ ചൊല്ലി പലപ്പോഴും ഇരുവരും തമ്മിൽ അവകാശവാദങ്ങളും തർക്കങ്ങളും ഉയർന്നു. വരുന്ന തിരഞ്ഞെടുപ്പിലും പാലായിൽ ഇരുവരും മത്സര രംഗത്തേക്ക് ഇറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അതേസമയം NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെയാണ് പരിഗണിക്കുന്നത്. ഇതോടെ പാലായിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് വേദിയൊരുങ്ങുന്നത്. പാലായുടെ ജനഹിതം ഇത്തവണ ആർക്കൊപ്പമാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. കെ.എം. മാണിയുടെ പാലായെ വീണ്ടെടുക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയുമോ? അതോ മാണി സി കാപ്പനെ ആയിരിക്കുമോ പാല പിന്തുണയ്ക്കുക? അതല്ലെങ്കിൽ NDA-ക്കൊപ്പം പാല നിൽക്കുമോ? ഇത് ഏതായാലും കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.